എല്ലാവർക്കും ഇന്നത്തെ ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ദുഃഖം, അങ്ങനെ നിങ്ങളുടെ ആ ദുഃഖങ്ങളൊക്കെ മാറുമോ, അത് നിങ്ങളെ വിട്ടു പോകുമോ എന്നാണ് കേട്ടോ. ഇനിയും എത്ര നാൾ നിങ്ങളിത് അനുഭവിക്കണം? നിങ്ങളിപ്പോൾ വളരെയധികം വിഷമഘട്ടത്തിലൂടെ ആയിരിക്കാം ഒരു വർഷം മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും എന്ന് ഇത് മാറും, നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവും എന്നുള്ളത്. അപ്പം നോക്കാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദുഃഖത്തിൻ്റെ റൂട്ട് കേസ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. അതായത് പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം. പോസിറ്റീവ്സ് മാത്രം നിങ്ങൾ എടുക്കുക. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. പിന്നെ കൂടുതൽ അക്യുറേറ്റായ മെസ്സേജസ് ലഭിക്കാനായി നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആദ്യം വന്നിരിക്കുന്ന കാർഡ് 2 ഓഫ് വാൻഡ്സ് ആണ് കേട്ടോ. അപ്പോൾ 2 ഓഫ് വാൻഡ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം. ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. എന്താണ് എനിക്ക് ഈ ഒരു കാർഡ് വരുമ്പോൾ മനസ്സിലാവുന്നത് കേട്ടോ. നിങ്ങൾ നിൽക്കണോ, പോകണോ, അതോ കാത്തിരിക്കണോ, ഞാൻ മാറണോ, അതോ പിടിച്ച് നിൽക്കണോ, എന്താണ് വേണ്ടതെന്നൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് നിന്ന് മനസ്സിലാവുന്നത്. ഒരു ഡിസിഷൻ ഇല്ലായ്മയാണ് നിങ്ങളുടെ ഒരു പെയിൻ ഇപ്പോൾ നീണ്ടു പോകാനുള്ള ഒരു കാരണം എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് തന്നെ ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നു. അത്തരത്തിലൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനുള്ളത് കേട്ടോ. പിന്നീട് നമുക്കിവിടെ ടെമ്പറൻസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളെ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു ബ്ലോക്ക് എന്താണെന്ന് നോക്കുമ്പോൾ, നിങ്ങളൊരു ബാലൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നിങ്ങൾ ഓവറായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവരുടെ മൂഡിനനുസരിച്ച് നിങ്ങൾ എന്താ പറയുക, അഡാപ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാനുള്ളത്. ഒരു സ്വന്തം പെയിന് നിങ്ങൾ എന്താ പറയുക കുറച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ മുൻഗണന കൊടുത്തിട്ടാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ശ്രദ്ധയില്ല എന്ന് തന്നെ പറയാം. എല്ലാവർക്കും കുറച്ച് സമയം കൊടുത്താൽ ഒക്കെ ശരിയായി മാറും, പിന്നീടെല്ലാം ശരിയാവും, അങ്ങനെ ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ എന്താ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് സെൽഫ് സാക്രിഫൈസ് ചെയ്യുകയാണ് നിങ്ങളെന്ന് ഇപ്പം മനസ്സിലാക്കാം. ഇതാണ് നിങ്ങളുടെ ഒരു ഹീലിംഗ് ഇപ്പോൾ വളരെ പതുക്കെ ആക്കാനുള്ളൊരു കാരണം. ഈ വിഷമം നിങ്ങളതിനെ വിട്ടു പോവാതെ ഒരു ബ്ലോക്കായി കിടക്കാനുള്ള കാരണം. നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു കാർഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. പിന്നീട് നൈറ്റ് ഓഫ് വൺസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, അതിലൊരു ഹോപ്പ് നിങ്ങൾ വളരെയധികം കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്നൊരു ഹോപ്പ് നിങ്ങൾ അതിന് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമോഷണൽ നിങ്ങൾ ചില ടൈമിൽ കുറച്ച് ഹൈ ആയിരിക്കാം അല്ലെങ്കിൽ ലോ ആയിരിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെല്ലാം ശരിയാവും, എല്ലാം മാറും എന്നൊരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുള്ളത്. ഈ മൈൻഡ് സെറ്റ് നിങ്ങളിവിടെ വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാമായിട്ട് ഇരിക്കാൻ കഴിയുള്ളൂ എന്ന് ഈ കാർഡ് പറയുന്നു കേട്ടോ. പിന്നീട് 8 ഓഫ് കപ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഹീലിംഗ് നിങ്ങളിലേക്ക് വരുമോ എന്ന് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു മേജർ സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങൾ ഇനി എടുത്ത് വെക്കാൻ പോകുന്നത് എന്നാണ്. നിങ്ങൾക്ക് ഇമോഷണലി ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. പഴയതിനെല്ലാം വിട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഇനി നിങ്ങൾക്ക് ഇതിൽ തന്നെ നിന്ന് മതിയായി, ഇതുകൊണ്ട് കാര്യമില്ല, തിരിച്ചു പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ റിയലൈസ് ആവും. അതാണ് ശരിയെന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഈ ഒരു കാർഡ് കാണിക്കുന്നു കേട്ടോ. പിന്നീട് ജഡ്ജ്മെൻറ്റ് എന്ന കാർഡാണ് നമുക്ക് വന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ദുഃഖം മാറുമോ എന്നാണ് ഇവിടെ നമ്മൾ ചോദിച്ചത്. അപ്പോൾ 100% മാറും എന്ന് തന്നെയാണ് നമുക്ക് ഇത് കാർഡ് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എന്താ പറയുക,
പഴയ കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് പുതുതായി പലതും നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ കഴിയും. പുതിയൊരു വെർഷനിലോട്ട് നിങ്ങൾ മാറും. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നതാണ് ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന കാർഡിലൂടെ മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഗിൽട്ടൊക്കെ പോയി നിങ്ങളുടെ പെയിനൊക്കെ വളരെയധികം കുറഞ്ഞു വരികയും നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ക്ലാരിറ്റി വരികയും ഒക്കെ ചെയ്യും. ഒരു പുതിയ ജീവിതം നിങ്ങളിൽ സ്റ്റാർട്ടാവും തന്നെയാണ് ഈ ഒരു ജഡ്ജ്മെന്റ് എന്ന കാർഡ് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഇപ്പോഴുള്ള ദുഃഖമൊന്നും എപ്പോഴും ഉണ്ടാവില്ല. അതൊന്നും പെർമനൻ്റ് അല്ല. പക്ഷെ അത് മാറുന്നതിന് ഒരു ടൈം മാത്രമല്ല, നിങ്ങളും കൂടി വിചാരിക്കണം. നിങ്ങളും ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് നിങ്ങളുടെ പെയിൻ ഇവിടെ മാറുള്ളൂ. അല്ലാതെ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളിൽ നിന്ന് കൂടി ഒരു ക്ലാരിറ്റിയും തീരുമാനവും ഒക്കെ വരണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.